വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ഐക്കിയയിലേക്ക് പോവാണ്. ഇവിടെ ഈ മെട്രോ പോലെ തന്നെ സ്റ്റോക്ക്ഹോമിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് പെൻഡൽടോഗ്. ട്രെയിൻ തന്നെയാണ്, കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ പോണ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഈ ഐക്കിയയിലേക്ക് പെൻഡൽടോഗിലാണ് പോണത്. ഇപ്പോൾ ഇവിടുത്തെ ഈ പെൻഡൽടോഗിൻ്റെ ഒരു സ്റ്റേഷനാണിത്. നമ്മൾ ഏത് പെൻഡൽടോഗിലാണ് പോണത്, അത് എവിടെ വരെ എത്തി എന്നുള്ളത് കാണിക്കണതാണ്. നമ്മുടെ എൻ്റെ പെൻഡൽടോഗ് വന്നു. ഞാൻ പോണത് ബിജോയേട്ടനും നൈനും അവിടെയാണ്. അപ്പോൾ ഇത്തിരി പോടട്ടെ. ഇവിടെ 2 ഡോറുണ്ട്. മെട്രോ ഈ പെൻഡൽടോഗിന് ഒരു ഡോറുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് കടക്കാനും കൂടി ഒരു ഡോറുണ്ട്. ഹലോ, നമ്മൾ ഐക്കിയയിൽ എത്തിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ട്. ആ പെൻഡൽടോഗും ബസ്സും ഒക്കെ കയറി പിടിച്ച് വരണം. നല്ല റഷ് ഉണ്ടെന്ന് തോന്നുന്നു, നിറയെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ സ്നോ വന്നിട്ടേ സ്നോ മെൽറ്റായിട്ട് ആകെ ഇങ്ങനെ നിറയെ വെള്ളമാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ അല്ല. നോക്കിയേ, ഇവിടെ നന്നായിട്ട് സ്നോ വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ ഭയങ്കര ഭീകരം എന്നല്ല, നല്ലൊരു സുഖമില്ലാത്തതാണ്. ഫുള്ളിങ്ങനെ ആ സ്നോയൊക്കെ മെൽട്ടായിട്ട് നല്ലൊരു മഴ വന്ന് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്താ ഫ്ലോറൊക്കെ കിടക്കണ്. നല്ല റഷ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ ഓഫായിരുന്നു ഐക്കിയ, ന്യൂ ഇയർ ആയിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് അത് ഓപ്പൺ ആയിപ്പോൾ നല്ല റഷ് ഉണ്ടെന്ന് തോന്നുന്നു. ഏട്ടാ, നമ്മൾ എന്തിനാ ഐക്കിയയിൽ വന്നത്? അത് മാത്രമാണോ വിജയന്റെ ഉദ്ദേശം? ഇത് ഐക്കിയയിൽ ഈ ഫുഡിന് ഓഫർ ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഓഫർ ഉണ്ട്. അപ്പം അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ടേബിളും കൂടി വാങ്ങണമെന്ന് മാത്രം. ഇപ്പോൾ ഇവരുടെ ഓഫീസൊക്കെ, വിജയേട്ടൻ്റെ ഓഫീസൊക്കെ മുന്നേ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ ഓഫീസായി. ഇപ്പോൾ ഈ കൊറോണയും ഒമിക്രോണും ഒക്കെ കൂടുതൽ കാരണം വീണ്ടും വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടാണ്. അപ്പോൾ വിജയേട്ടനൊരു ടേബിൾ വേണം. ഇനി എന്തായാലും കുറച്ച് നാൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ടേബിൾ അത്ര പോരാ. അപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോമിന് വേണ്ടി അവർക്കൊരു സ്ക്രീനൊക്കെ ഉണ്ടല്ലോ ഓഫീസിൽ നിന്ന്, ബിഗ് സ്ക്രീനൊക്കെ. അപ്പോൾ അതൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേബിളൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഐക്കിയയുടെ സൈറ്റിലൊക്കെ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയുണ്ട്. ഇങ്ങനത്തെ എല്ലാവരും ഈ ചെയർസും ടേബിളും ഒക്കെ നമ്മളിങ്ങനെ ഓപ്റ്റ് ചെയ്യുമല്ലോ വർക്ക് ഫ്രം ഹോമിൻ്റെ. അപ്പം അങ്ങനത്തെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പല സൈസിലുള്ള ഡിസൈനിലുള്ള ഈ ടേബിൾസും ചെയർസൊക്കെയാണ്. നൈന വന്നപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി. നൈന അയ്യോ. അപ്പം ഇങ്ങനത്തെ ഇത്തിരി ബിഗ് സാധനങ്ങൾ ഇവരുടെ ഷെൽഫിലായിരിക്കുമല്ലോ. താഴെയുള്ള അവിടെ ഷെൽഫല്ല, താഴെയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പം ഇപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഈ ടേബിളാണെങ്കിൽ ഇതിൻ്റെ അവിടെ കാണിക്കും എവിടെ നിന്നാണ് ആ സ്റ്റോറേജ് സ്പേസിൽ ഏത് ഷെൽഫിലാണ് ഈ ഐറ്റം ഇരിക്കുന്നത്, അതിൻ്റെ നമ്പർ അടക്കം കാണിക്കും. അപ്പോൾ നമുക്ക് ഈസിയാണ് അവിടെ പോയി പിക്ക് ചെയ്യാൻ. ബിജോയേട്ടൻ അവിടെ അവൈലബിലിറ്റി ആണോ എന്നാണ് ചോദിക്കുന്നത്. പകുതി സാധനങ്ങളും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയ കാരണം പെട്ടെന്ന് തീരെയാണ്. ആക്ച്വലി ഈ ഐക്കിയ നമ്മുടെ വീടിൻ്റെ ഉള്ള ഐക്കിയ അല്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് വേറൊരു ഐക്യ ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക്ഹോമിലെ തന്നെ ഏറ്റവും ബിഗ് ഐക്യ അവിടെയാണ്. പക്ഷെ അവിടെ ഈ സാധനം കഴിഞ്ഞു. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ടേബിൾ, ഓൺലൈനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ടേബിൾ കഴിഞ്ഞ കാരണമാണ് നമ്മൾ ഈ ഐക്കിയയിൽ വന്നത്. ഇവിടെ അത് സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറയണത്. കിട്ടിയാ ഷെൽഫ് ഏതാണെന്നറിയോ? അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ ഏതാ ഷെൽഫ് എന്ന്. അപ്പോൾ സ്റ്റോറേജ് സ്പേസിലെ 34 എന്ന് പറഞ്ഞ ഷെൽഫിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോവും. ടേബിൾ പോലെ തന്നെയാണല്ലോ ചെയറും. കുറേ ചെയർസ് ഈ ടേബിൾ അനുസരിച്ചൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ നമ്മൾക്ക് ചെയർ വേണ്ട കേട്ടോ. നമ്മൾ ടേബിൾ മാത്രമാണ് നമ്മുടെ ഫോക്കസ്.
34. ഇതാണ് നമ്മൾ വാങ്ങാൻ വന്ന ടേബിള്. അപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ ഈ സ്റ്റോറേജ് സ്പേസിലായിരിക്കും വെക്കുക. വലുതാട്ടോ. ആക്ച്വലി ആ ടേബിളിന് നമുക്കറിയായിരുന്നു, നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തതാണ്, 15 kg വെയിറ്റ് ഉണ്ട്. പക്ഷേ 15 kg എടുത്തപ്പോൾ പൊന്തണില്ല. ഇനി ഇതെങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല. വിജയേട്ടാ നമ്മൾ കൊണ്ടുപോകും, അതുകൊണ്ട് ഇട്ടിട്ട് പോവാം. ഇത് കൊണ്ടുപോകണമെന്നാണ് വിജയേട്ടൻ പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുപോകണം. വിജയേട്ടന് 10th തൊട്ടാണ് ഓഫീസ്. ഇപ്പോൾ അവർക്ക് ക്രിസ്മസിൻ്റെ വെക്കേഷനാണ്. അപ്പോൾ ഈ January 10th തൊട്ട് ഓഫീസ് വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. ഇനി അങ്ങോട്ട് കുറേ നാൾ അത് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ടേബിൾ വേണം. അപ്പോൾ ആക്ച്വലി ഇന്ന് IKEAയിൽ ഭയങ്കര തിരക്കാൻ തോന്നുന്നു. ഞങ്ങൾ എന്ത് സാധനം എടുത്താലും ഒന്നും സ്റ്റോക്കില്ല, ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് പറയണത്. ആ നൈനോന് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യണതിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. കുറച്ച് ഇങ്ങനെ കളറിൻ്റെ സ്കെച്ച് പെൻ പോലത്തെ കുറച്ച് അതുണ്ടായിരുന്നു, അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം ടേബിൾ വന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇത് എല്ലാം കറങ്ങിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കായല്ലോ. നമ്മുടെ കേടായിട്ടില്ല. ടേബിൾ വാങ്ങണ പോലെ തന്നെ നമ്മുടെ അടുത്തൊരു ലക്ഷ്യമായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ IKEAയിൽ നമ്മൾ IKEA സ്പെഷ്യൽ മീറ്റ് ബോളാണ് വാങ്ങിയത്. അപ്പോൾ മീറ്റ് ബോളിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. അപ്പോൾ ഈ മീറ്റ് ബോളിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫില്ലറ്റ്, അതുപോലെ സാൽമൺ ഫില്ലറ്റ്, അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഡെസേർട്ട്സൊക്കെ. ഇവിടുത്തെ ഈ പരിപാടി കൊള്ളാം അല്ലേ? നമ്മൾ സെൽഫായിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് കൊണ്ടുവന്ന് ബില്ല് ചെയ്യുക. അവിടെ നമുക്ക് സിറ്റ് ചെയ്തിട്ട് വാങ്ങാം. അവിടെ പോയിട്ട് നമുക്ക് ചെയറിൽ പോയിട്ട് ഇരുന്നിട്ട് ഇന്നിവിടെ ഈ ഐസ്ക്രീം അത് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ചേട്ടനുണ്ട്. ഇവിടുത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ്. നമ്മൾ 800 SEK മുകളിലായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് 800 SEK വരെ ഫ്രീ ആണെന്ന്. അപ്പോൾ നമ്മൾക്കും ഫ്രീ ആണ്. നമ്മൾ ചെയറും ഒക്കെ വാങ്ങിയില്ലേ, അപ്പോൾ നമ്മൾക്കും ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ ഇവരുടെ സൈറ്റിൽ കാണാം ഇങ്ങനെ ഓഫർ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ മീറ്റ് ബോളൊക്കെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ചിക്കൻ്റെ വേണോ, മീറ്റിൻ്റെ വേണോ, അതുപോലെ വെജ് വേണോ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ IKEAയിൽ പോയിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ IKEA സ്പെഷ്യൽ മീറ്റ് ബോളിന്. നൈനു 2 കുൽഫി കഴിക്കണോ? ഏതൊക്കെ ഫ്ലേവറാ പറഞ്ഞേ? ദിസ് വൺ ഏതാ? പിങ്ക് ഏത് ഫ്ലേവറാ? ഇതിൻ്റെ ഫ്ലേവറാ ജിഞ്ചർ ആണോ സ്ട്രോബെറി ആണോ? ഓ ബ്രൗൺ ജിഞ്ചർ അല്ലേ? ആക്ച്വലി പിന്നെ നമ്മൾക്ക് ഈ ക്രോക്കറി ഐറ്റംസ്, അങ്ങനെ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് ഒന്നും ഇന്ന് വാങ്ങാനില്ല. പക്ഷേ നയനസുന്ദരമായ കാഴ്ചയായ കാരണം അതൊക്കെ കണ്ടിങ്ങനെ പതുക്കെ നടന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ IKEAയിൽ പോവാന്ന് പറയുന്നത് ഒരു വണ്ടി ട്രിപ്പ് പോണ പോലെയാണ്. ചുമ്മാ ഒന്ന് കണ്ട് നടന്ന് ഒന്ന് കറങ്ങി വരാന്ന്. ഗോ ഇങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നില്ല. ഇത് ഡിഷ് വാഷർ അല്ലേ വേട്ടാ?
ഈ ഐക്കിയയിലെ ഈ ക്രോക്കറി ഐറ്റംസില്ലേ, കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഏരിയയാണ് ഈ ഫ്ലവേഴ്സ്. ഇവിടെ കൂടുതൽ ഫേക്ക് ഫ്ലവേഴ്സും ഉണ്ട്, പിന്നെ ഒറിജിനൽ ഫ്ലവേഴ്സും ഉണ്ട്. എന്നാലും എന്തു ഭംഗിയാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ. ഫുള്ള് നല്ല അടിപൊളിയല്ലേ കാണാൻ ഈ ഒരു ഏരിയ ഫുള്ള്. എനിക്ക് കുറേ ഫേക്ക് ഫ്ലവേഴ്സ് വാങ്ങി വെക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ബിജുവേട്ടൻ പറയും വേണ്ട വേണ്ട, റിയൽ മാത്രം വാങ്ങി വെച്ചാൽ മതിക്കുന്നു. എന്ത് രസമല്ലേ. ഒക്കെ ഫേക്കാണ്, ഫേക്ക്. അയ്യോ ഇത് ഒറിജിനല്ല. ഒരു ഓട്ടോ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഈ ഫേക്ക് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാന്ന് പറയും. ബിജുവേട്ടന് തീരെ താല്പര്യമില്ല. മറ്റേത് ഈ ഒറിജിനൽ തന്നെ വാങ്ങണം. ഇതൊക്കെ വാങ്ങി കഴിഞ്ഞാൽ സിമ്പിളല്ലേ, നമ്മൾക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പ്ലാന്റ് നമുക്കൊരു സാധാരണ പോട്ടിൽ കിട്ടുക. അപ്പം അത് കൂടാണ്ട് കുറച്ചിങ്ങനെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടി അടിപൊളി സ്റ്റൈലിലുള്ള കുറേ പോട്ടുകളൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കുറേ ടൈപ്പ് ഉണ്ട് ഇവിടെ. അയ്യോ ഇത് ഈ ടൈപ്പ്. അയ്യോ ഈ ടൈപ്പിൻ്റെ പേരെന്താ ബിജോയേട്ടാ? ആ ഒരു വലിയൊരു ട്രീ. ആ കറക്റ്റ്, ബോൺസായി. ഞാൻ ഭയങ്കര എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരുന്നു. ഒരു വലിയ മരം ചെറുതായിട്ട് വെക്കണം, അതിൻ്റെ എന്താണ് ബോൺസായി. നൈനുവിന് കൺട്രോളൊക്കെ പോയി തുടങ്ങി. അവൾക്ക് കാർട്ടൂൺ കാണണം. ഇവിടെ ഫുള്ള് സെൽഫ് ചെക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ബിജുവേട്ടൻ അവിടെ ചെക്ക് ചെയ്യാൻ കയറി. നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഓഫർ എന്ന് പറയണത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡ് കാണിച്ചു കൊടുക്കണം, ഐക്കിയ ഫാമിലിയുടെ കാർഡ്. അങ്ങനെയല്ല, അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡില്ലേ, ഐക്കിയ റെസ്റ്റോറൻറ്റിൽ കഴിച്ച ഫുഡിൻ്റെ പൈസ അവിടെ ഡിഡക്റ്റ് ആവും. അപ്പോൾ 800 SEK മോഡലാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ 800 SEK വരെ നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ പാവം അത്ര കപ്പാസിറ്റി ഇല്ലയെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് എമൗണ്ട് കഴിച്ചോളൂ. അത്ര കുറച്ച് എമൗണ്ട് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഓക്കെ ബിജുവേട്ടാ? നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.